വിഷയത്തിന്റെ ആ ഫോക്കസ് അത് ഒന്ന് എടുത്തു പറയാനേ ഞാൻ ഈ സന്ദർഭം എടുക്കുന്നുള്ളൂ. അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ ഫെയിലിയറിന്റെ ഭരണപരാജയത്തിന്റെ ഒരു ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ് ഈ ബഡ്ജറ്റ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതിലും കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിന്റെ ഏറ്റവും കുറഞ്ഞ പെർസെന്റേജ് ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തർത്ഥ പിന്നെ പോയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ള 50% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയോര മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളിടത്ത് വലിയ പണം വെച്ചു എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങിയിട്ട് 75 കയ്യടി വാങ്ങിയിട്ട് അതിന്റെ 50% ചെലവഴിച്ചിട്ടില്ല. സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വെച്ച പ്ലാനിന്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം? മാത്രമല്ല ഇപ്പൊ എന്ത് പ്രഖ്യാപിച്ചാലും അതിനൊരു തെരഞ്ഞെടുപ്പ് ഡോക്യുമെന്റിന്റെ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്കും പറയാം, പെൻഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും. കാരണം ഒരു മാസം പോലും കൊടുക്കേണ്ടി വരില്ല. 5 വർഷം ആനുകൂല്യങ്ങൾ പലതും പണ്ട് പ്രഖ്യാപിച്ചത് കൊടുക്കാതെ പ്ലാനില് വലിയ പൈസയൊക്കെ വെച്ച് പലതും ചെയ്യും എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും ചെയ്യാതെ അതിന്റെ 25%, 50%, 40% ഒക്കെ ചെലവഴിച്ചിട്ട് അവസാനം വന്ന് ഇപ്പോ അല്പം കൂട്ടി അതിനെന്തർത്ഥമുള്ളത്? വെച്ചത് ചെലവഴിക്കാത്തവനാണോ പിന്നെ കൂട്ടേണ്ട കാര്യം പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഭരണ പരാജയത്തിന്റെ ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ്. അതായത് ഞങ്ങളെ കൊണ്ട് ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇനി പറയാൻ പോകുന്നതിന് ഒരു പ്രസക്തിയില്ല, ഞങ്ങൾക്ക് ഒരു മാസം അത് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ബഡ്ജറ്റ്. ഭരണപരാജയം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റില് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നത് കണ്ടിന്യൂസ് ഇത് തന്നെയായിരുന്നു. എല്ലാ വർഷവും പ്ലാൻ പെർസെന്റേജ് വളരെ വളരെ കുറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആയിരുന്നെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, ബഹുദൂരം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വിൽ പവറോട് കൂടി ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലാൻ സൈസ് എപ്പോഴും കൂടി വളരെയധികം പണം ചെലവഴിച്ചിരുന്നു. അപ്പൊ ചെലവഴിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല, ചെലവാക്കുന്നില്ല. പറഞ്ഞ പോലെ 10 ലക്ഷം റുപ്യ പോലും ട്രഷറിയിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ ചെലവാക്കാനാ? അപ്പൊ അതുകൊണ്ട് ഇവര് സാമ്പത്തിക പരാധീനത അങ്ങേ അറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബഡ്ജറ്റ്. മാത്രമല്ല നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഇവരിപ്പോ ഒരു ബഡ്ജറ്റ് കൊടുന്നു, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മെമ്മോറാണ്ടം ഞങ്ങൾ കൊണ്ടുവരും, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഞങ്ങൾ കൊണ്ടുവരും. അതിനായിരിക്കും കൂടുതൽ പ്രസക്തി. അടുത്ത ഗവൺമെന്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോനാണ് പ്രസക്തി, അല്ലാതെ ഈ ബഡ്ജറ്റ് യാതൊരു പ്രസക്തിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.